ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് സുവിശേഷത്തിൽ ശ്രവിക്കുന്നത്. അറിവിൽ നിന്ന് മനുഷ്യരെല്ലാവരും അനുഭവത്തിലേക്ക് എത്തണം. അതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് പീലിപ്പോസ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നു. ഈ അനുഗമനം ഒരു വലിയൊരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ അനുഭവത്തിൻ്റെ കഥയാണ് പീലിപ്പോസ് നഥാനിയേലിനോട് പറയുന്നത്. ഞാൻ ജോസഫിൻ്റെ മകനെ നസ്രത്തിൽ നിന്ന് നിയമങ്ങളൊക്കെ പറയുന്ന ആ ക്രിസ്തുവിനെ ഞാൻ കണ്ടു. ഉടനെ നഥാനിയേൽ ചോദിക്കുന്നൊരു ചോദ്യം, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നന്മ പ്രതീക്ഷിക്കാമോ? നിൻ്റെ അനുഭവങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ ആ അനുഭവത്തിൽ നിന്ന് ഈ നാടിന്, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നന്മയുണ്ടാകുമോ? അപ്പോൾ പീലിപ്പോസ് പറയുന്നൊരു വാചകമുണ്ട്, വന്ന് കാണുക. ഇത് വലിയൊരു വഴിത്തിരിവാണ്. എന്തെങ്കിലും നന്മയുടെ കഥ എന്തുകൊണ്ട് പീലിപ്പോസ് പറയാൻ മറന്നുപോയി? എന്തുകൊണ്ട് പീലിപ്പോസ് അങ്ങനെ ഒരു കഥ പറഞ്ഞില്ല? സ്നേഹമുള്ളവരെ, നമുക്ക് കിട്ടിയ അനുഭവം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അറിവാണ്. പക്ഷേ ആ അറിവിൽ മാത്രം നിർത്താതെ അനുഭവത്തിലേക്ക് അവരെ വഴിതെളിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് സുവിശേഷ പ്രഘോഷണം. വന്ന് കാണുക എന്ന വലിയ വാക്കുകൊണ്ട് പീലിപ്പോസ് അനുഭവിച്ച ക്രിസ്തുവിനെ, പീലിപ്പോസ് കണ്ട ക്രിസ്തുവിനെ, പീലിപ്പോസ് മനസ്സിലാക്കിയ ക്രിസ്തുവിനെ നഥാനിയേൽ കൂടി കാണണമെന്ന് പീലിപ്പോസ് ആഗ്രഹിച്ചു. അങ്ങനെ വന്ന് കാണാനുള്ള ക്ഷണം നഥാനിയേലിന് ക്രിസ്തുവിനെ കാണുവാനുള്ള വലിയൊരു മാറ്റത്തിന്, വലിയൊരു വഴിത്തിരിവിന് കാരണമായി. ക്രിസ്തുവിനെ കാണാൻ വേണ്ടി നഥാനിയേൽ എത്തുമ്പോൾ അവനും പിന്നീട് ക്രിസ്തുവിൻ്റെ വാക്കുകൾ കണ്ട് അത്ഭുതപ്പെടുന്നു. തനിക്ക് മുമ്പേ തന്നെ അറിഞ്ഞ ഒരാൾ, ആ ഒരാളെ കാണുമ്പോൾ നഥാനിയേലും ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി മാറുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ഇതാണ് സുവിശേഷ പ്രഘോഷണമായി കാതലായി കൊണ്ട് നടക്കേണ്ടത്. നമ്മൾ അനുഭവിച്ച ക്രിസ്തുവിനെ, നമ്മൾ കണ്ട ക്രിസ്തുവിനെ, നമ്മൾ നേടിയെടുത്ത ക്രിസ്തുവിനെ മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കുക. അവരെയും ആ വലിയൊരു ക്ഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുക. അതാണ് സുവിശേഷ പ്രഘോഷണം. കൂടെ നിൽക്കുന്നവരോട് ക്രിസ്തുവിനെക്കുറിച്ച് പറയുക, അവനിലൂടെ ലഭിച്ച അനുഭവങ്ങളെക്കുറിച്ച് പറയുക. ആ ക്രിസ്തുവിനെ, ആ സൗന്ദര്യമുള്ള ജീവിതത്തെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നാമും സുവിശേഷ പ്രഘോഷകരാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.